ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സഹകാരി റേസ് പ്ലസിലേക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് റോക്കർ മെക്കാനിസമാണ് പഠിക്കാൻ പോകുന്നത്. റോക്കർ മെക്കാനിസം എന്ന് പറയുമ്പോൾ നമ്മുടെ ടൈപ്പ് റൈറ്ററിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സുപ്രധാനമായിട്ടുള്ളൊരു മെക്കാനിസം ആണ് റോക്കർ മെക്കാനിസം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പല സ്ഥലത്തും ഇതിനെക്കുറിച്ചുള്ള അന്വേഷണം നടത്തി കഴിഞ്ഞാലും നമുക്കിത് മെഷീൻ പൊളിച്ചതിന് ശേഷം നമ്മളിതിൻ്റെ മെക്കാനിസം നോക്കിയാൽ മാത്രമേ മനസ്സിലാകത്തുള്ളൂ. മാത്രമല്ല ഒരു പ്രശ്നമുണ്ട്. നമ്മളെന്താണ് ക്യാരേജ് പൊളിച്ചു മാറ്റി കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ക്യാരേജ് പൊളിച്ചു മാറ്റിയാൽ നമുക്ക് എന്ത് റോക്കർ മെക്കാനിസം ലൂസ് ഡോഗും റിജിഡ് ഡോഗും എല്ലാം കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ പിനിയൻ വീലിൽ ഇതിൻ്റെ ആക്ഷൻ മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഇത് എങ്ങനെയാണ് കൃത്യമായി പ്രവർത്തിക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഒരു 3D അനിമേഷൻ്റെ സഹായം ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കിനി ഒരു സംശയവും ശേഷിക്കാത്ത തരത്തിൽ ഉള്ളൊരു സെഷനാണ് നമുക്കിന്ന് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് ഒന്നും ചോദിക്കുന്നില്ല, പക്ഷേ റോക്കർ മെക്കാനിസത്തിൽ നിന്ന് കുഴപ്പിക്കാവുന്ന ഒരു ചോദ്യം ചോദിച്ചാൽ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ വ്യക്തമായിട്ടുള്ളൊരു ആശയം നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പോൾ ഈ ക്ലാസ് കഴിയുന്നതോടുകൂടി നമുക്ക് ആ ഒരു വീഡിയോ കാണാം, അല്ലെങ്കിൽ ആ വീഡിയോ തുറക്കിൽ നമുക്ക് കണ്ടുവരാം. ഓക്കെ, നമുക്കൊന്ന് കണ്ടുവരാം. അതിനുശേഷം പറയുമ്പോൾ എല്ലാം വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാകും. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. റോക്കർ മെക്കാനിസം 1 അല്ലേ? ഓക്കെ, അപ്പോൾ പാർട്സ് ഓഫ് റോക്കർ മെക്കാനിസം. നമ്മൾ റോക്കർ മെക്കാനിസത്തിന്റെ പാർട്സ് ആണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെയാണ് ഡയറക്റ്റ് ചോദ്യം വരിക. താഴെ തന്നിരിക്കുന്നവയിൽ റോക്കർ മെക്കാനിസത്തിന്റെ പാർട്സ് അല്ലാത്തത് ഏത് എന്ന് ചോദിക്കാം. എന്താണ് റോക്കർ മെക്കാനിസം? നിങ്ങൾക്ക് അറിയാം എന്താണ് റോക്കർ മെക്കാനിസം. ഒരു ടൈപ്പ് റൈറ്റിനെ സംബന്ധിച്ചിടത്തോളം നിശ്ചയമായിട്ടും ക്യാരേജിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അല്ലെങ്കിൽ ഡിഗ്രി ബൈ ഡിഗ്രി മൂവ്മെൻറ്റ് വളരെ അത്യാവശ്യമാണ് അല്ലേ? നമ്മൾ എ എന്നൊരു അക്ഷരം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ടും ഒരു ഡിഗ്രി മാറി അതിരിക്കണം. എന്തിന്? അടുത്ത ലെറ്റർ ടൈപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ഡിഗ്രി മാറിയിരിക്കണം. അങ്ങനെ മാറണമെങ്കിൽ എന്ത് ചെയ്യണം? അത് ആരുടെ വലവ് മൂല പോകുന്നേ? ആരുടെയാണ്? മെയിൻ സ്പ്രിങ്ങിൻ്റെ അല്ലേ? മെയിൻ സ്പ്രിങ്ങിൽ എന്താ ഡ്രോപ്പ് കോഡ് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ? അങ്ങനെയുള്ള വലവ് മൂലമാണ് എന്ത് നമ്മുടെ ക്യാരേജ് വലതു നിന്നും ഇടതേക്ക് നീങ്ങി പോകും. നമുക്കറിയാം കാര്യം. അപ്പോൾ ഇത്തരത്തിൽ ഈ ക്യാരേജിനെ എപ്പോഴും നമ്മുടെ മെയിൻ സ്പ്രിങ്ങിനെ വലിച്ചു വെച്ചേക്കാണ്. അതിനെ കൃത്യമായിട്ട് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്ത്? നമ്മുടെ റോക്കർ മെക്കാനിസം. റോക്കർ എന്ന് പറയും. ലൂസ് ഡോഗും റിജിഡ് ഡോഗും ചേർത്ത് നമ്മൾ റോക്കർ എന്ന് പറയും. അതിനെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു ലെറ്റർ പ്രസ് ചെയ്യുമ്പോൾ ഒരു ഡിഗ്രി മാത്രം ഇതിനെ വിട്ടുകൊടുക്കണം. അതിന് വേണ്ടിയുള്ള മെക്കാനിസമാണ് എന്ത്? റോക്കർ മെക്കാനിസം എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം ഇതിൽ എന്തൊക്കെയുണ്ട്. പിനിയൻ വീൽ എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്, അതുപോലെ എസ്കേപ്മെന്റ് വീൽ എന്ന് പറയുന്ന ഭാഗമുണ്ട്, അതുപോലെ ലൂസ് ഡോഗ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്, റിജിഡ് ഡോഗ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. എന്തൊക്കെയാണ്? പിനിയൻ വീലുണ്ട്, എസ്കേപ്മെന്റ് വീലുണ്ട്, ലൂസ് ഡോഗ് ഉണ്ട്, റിജിഡ് ഡോഗ് ഉണ്ട്. അപ്പോൾ എന്താണ് പിനിയൻ വീല്? പിനിയൻ വീൽ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ? ക്യാരേജ് റാക്ക് റെസ്റ്റ് ഓൺ എവിടെ? പിനിയൻ വീലിലാണ് ക്യാരേജ് റാക്ക് ഇരിക്കുന്നത് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. എസ്കേപ്മെന്റ് വീല് എന്താണെന്ന് നമുക്ക് പഠിക്കാം. ലൂസ് ഡോഗ് എന്താണെന്നും റിജിഡ് ഡോഗ് എന്താണെന്നും മെക്കാനിസം എന്താണെന്നും നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ പിനിയൻ വീലും അതേപോലെ എസ്കേപ്മെന്റ് വീലും എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ ചെറിയൊരു ചിത്രം കൊടുത്തിട്ടുണ്ട്. നോക്കാം. ഇതാണ് പിനിയൻ വീല്. കണ്ടോ? ഇതാണ് നമ്മുടെ പിനിയൻ വീല്. പിനിയൻ വീല് ചെറിയൊരു വീലാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ എന്താ എസ്കേപ്മെന്റ് വീല്? എസ്കേപ്മെന്റ് കുറച്ചുകൂടെ വലിയൊരു വീലാണ്. എസ്കേപ്പ് ചെയ്യുക എന്തിൽ നിന്നും? ഡോഗിന്റെ പിടുത്തത്തിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുന്ന വീലാണ് എസ്കേപ്മെന്റ് വീല്. ഇങ്ങനെ മാത്രം ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ അതെന്താണ്? കുറച്ചും കൂടെ വലിയ ഒരു വീലാണ്. മാത്രമല്ല അതിൻ്റെ പൽചക്രങ്ങൾക്കിടയിലുള്ള അകലം കൂടുതലാണ്. പൽചക്രം വെറുതെ ഒരു പൽചക്രമല്ല. കണ്ടോ? ഈ പല്ലുകൾക്കിടയിലുള്ള അകലം താരതമ്യേന കൂടുതലാണ്. വെറുതെ ഒരു പൽചക്രമായിട്ടല്ല അവിടെ പ്രവർത്തിക്കുന്നത് അല്ലേ? അപ്പോൾ എന്തൊക്കെയാണ്? പിനിയൻ വീലും അതോടൊപ്പം എസ്കേപ്മെന്റ് വീലും. ഇനി വരുന്നത് ലൂസ് ഡോഗും റിജിഡ് ഡോഗും. ഇത്ര മാത്രം മനസ്സിലാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പറഞ്ഞ എസ്കേപ്മെന്റ് വീലിനെ പിടിച്ച് വെച്ച് നമുക്കാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് എന്താണ് ക്യാരേജ് ഇങ്ങനെ വലിച്ചു വെച്ചേക്കാണ്. നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഒരു കീ അടിക്കുമ്പോൾ നമുക്ക് വിട്ടുചാടത്തെ പിടിക്കാം അല്ലേ? ഇത്ര പരിപാടിയേ ഉള്ളൂ. വിടുമ്പോഴത്തേക്കും ഇത് ഒരു ഡിഗ്രി അങ്ങ് പോകും. എന്നിട്ട് അടുത്ത പല്ലിൽ പിടിക്കുന്നു അല്ലേ? ഈ പരിപാടിയാണ് ആര് ചെയ്യുന്നത്? ലൂസ് ഡോഗും റിജിഡ് ഡോഗും കൂടെ ചെയ്യുന്നത്. അതിൽ ലൂസ് ഡോഗ് എന്ന് പറയുമ്പോഴത്തേക്കും ചലനമുള്ള ഡോഗാണ്. ഇതിനെ കുറച്ച് കെട്ടിയിട്ടിരിക്കുന്ന ഡോഗാണ്. അതിന് ഓടി നടക്കാൻ പറ്റും. റിജിഡ് ആ പേര് പോലെ തന്നെ അതിന് അനക്കമൊന്നുമില്ല. അതിങ്ങനെ റിജിഡായിട്ട് നിൽക്കും. ഓക്കെ, അപ്പോൾ എന്താണ്? ലൂസ് ഡോഗും റിജിഡ് ഡോഗും. പിന്നെന്താണ്? പിനിയൻ വീലും എസ്കേപ്മെന്റ് വീലും. ഈ നാല് കാര്യങ്ങളാണ് എന്താ റോക്കർ മെക്കാനിസത്തിന്റെ പാർട്ടായിട്ടുള്ളത്. ഇനി നോക്കാം. ഇഫ് വി ഡിസെൻഗേജ് ദ റോക്കർ മെക്കാനിസം എന്ത് സംഭവിക്കും? റോക്കർ മെക്കാനിസം നമ്മൾ അഴിച്ചു. ക്യാരേജ് എവിടെ നിൽക്കുവോ? ഇല്ല. ക്യാരേജ് എന്ത് ചെയ്യും? ക്യാരേജിനെ ഇങ്ങോട്ട് വലിച്ചു പിടിച്ചേക്കല്ലേ? ആര്? പിടിച്ചു വെച്ചേക്കുക. അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോഴത്തേക്കും
അതുകൊണ്ട് നമുക്ക് അതിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, അത് നേരെ ഇങ്ങ് പോവും അല്ലേ, അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ പോയി ഇടിച്ചങ്ങ് നിൽക്കും. ഇതാണ് സംഭവിക്കുക. അതുകൊണ്ട് നമുക്ക് നോക്കാം, ഇതിനെ നിയന്ത്രിക്കുന്ന ഭാഗമാണ് എന്ത്, ഈ പറഞ്ഞ റോക്കർ മെക്കാനിസം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിലെന്തൊക്കെയുണ്ട്? പിനിയൻ വീലുണ്ട്, എസ്കേപ്മെൻറ്റ് വീലുണ്ട്, ലൂസ് ഡോഗ് ഉണ്ട്, റിജിഡ് ഡോഗ് ഉണ്ട്. ഇനി നമുക്ക് മറ്റൊരു കാര്യം കൂടെ, ഈ ലൂസ് ഡോഗും റിജിഡ് ഡോഗും മാത്രം മാറ്റിയാലും എന്ത് സംഭവിക്കും? ഇതിങ്ങി പോയി ഇടിക്കും. കാര്യം എന്താ? ഇതിനെ കൃത്യമായിട്ട് പിടിച്ചു വെച്ചിരിക്കുന്ന ആരാ? ലൂസ് ഡോഗും റിജിഡ് ഡോഗും ആണ് അല്ലേ. ഇത് ഇതിൻ്റെ കൂടെ കറങ്ങിക്കോളൂ, അത് ഇങ്ങേറ്റം വരെ പോകും. ഓക്കെ, അപ്പോൾ ഇതാണ് റോക്കർ മെക്കാനിക്സിൻ്റെ പാർട്സ് എന്ന് പറയുന്നത്. ഇനി പിനിയൻ വീലിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്താ പിനിയൻ വീല്? എ സ്മാൾ വീൽ അറ്റ് ദ സെൻറ്റർ ഓഫ് ദി ടൈപ്പ് റൈറ്റർ ഇൻ വിച്ച് കാരേജ് മൂവ്സ് ഡിഗ്രി ബൈ ഡിഗ്രി. അതായത് ടൈപ്പ് റൈറ്ററിൻ്റെ സെൻറ്ററിലാണ് എന്തിരിക്കുന്നത്? പിനിയൻ വീൽ ഇരിക്കുന്നത്, സൈഡിലോട്ടല്ല. ഓക്കെ, അതേപോലെ ടൈപ്പ് റൈറ്ററിൻ്റെ മറ്റൊരു സെൻറ്ററിനെ കുറിച്ച് പഠിച്ചായിരുന്നു. അതും സെൻറ്റർ പാർട്ട് ഇരിക്കുന്നത് എന്താണ്? ടൈപ്പ് ഗൈഡ് അല്ലേ. ടൈപ്പ് ഗൈഡ് അതിൻ്റെ സെൻറ്ററിലായിരിക്കുന്നത്. അപ്പോൾ ഇതും പിനിയൻ വീലും അതേപോലെ നമ്മുടെ എസ്കേപ്മെൻറ്റ് വീലും എല്ലാം ഇതിൻ്റെ ഒരു ആക്സിസിൽ അതിൻ്റെ സെൻറ്ററിൽ തന്നെ ഇരിക്കുന്നത്. നോക്കാം, എ സ്മോൾ വീൽ ചെറിയ വീലാണ്. എന്തിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ അടുത്തിരിക്കുന്ന എസ്കേപ്മെൻറ്റ് വീലിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പിനിയൻ വീൽ, ആ പേര് കേട്ടെന്ന് അറിയാലോ, പിനിയൻ വീൽ ചെറുതാണ്. എ സ്മാൾ വീൽ അറ്റ് ദ സെൻറ്റർ ഓഫ് ദ ടൈപ്പ് റൈറ്റർ ഇൻ വിച്ച് കാരേജ് മൂവ്സ് ഡിഗ്രി ബൈ ഡിഗ്രി. ഓരോ ഡിഗ്രി ബൈ ഡിഗ്രി ആയിട്ട് കാരേജിനെ മൂവ് ചെയ്യാൻ സഹായിക്കുന്ന ചെറിയൊരു വീലാണ്, ഒരു പൽചക്രമാണ് എന്ത്, പിനിയൻ വീൽ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം, ആ ചിത്രം കൂടെ കണ്ട് നമുക്ക് നോക്കാം കേട്ടോ. ഇതാണ് പിനിയൻ വീല്. ഈ പിനിയൻ വീൽ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോഴത്തേക്കും എന്താണ്, അതിൻ്റെ മുകളിൽ കൂടെ കാരേജ് മൂവ് ചെയ്ത് പോകണം. കണ്ടാടേ, കണ്ടില്ലേ? ഇതാണ് സംഭവിക്കുക. അപ്പോൾ ഇത് ശരിക്കും ടൈപ്പ് റൈറ്ററിൻ്റെ അല്ല കേട്ടോ പിനിയൻ വീല്. ഞാൻ വേറൊരു എക്സാമ്പിൾ എടുത്ത് കാണിച്ചതേ ഉള്ളൂ. ടൈപ്പ് റൈറ്ററിൻ്റെ ആകുമ്പോഴത്തെ അതിൻ്റെ കൂടെ ഒരു എസ്കേപ്മെൻറ്റ് വീലും കൂടെ അതിൻ്റെ സെയിം ആക്സിസിൽ ഉണ്ടായിരിക്കും. ഒറ്റ ആക്സിസ് തന്നെ കുറച്ചുകൂടെ വലിയൊരു എസ്കേപ്മെൻറ്റ് വീലും കൂടെ ഉണ്ടായിരിക്കും. ഓക്കെ, ഇത് നോക്കാം. പിനിയൻ വീൽ ഇസ് സ്മാളർ ദാൻ എസ്കേപ്മെൻറ്റ് വീൽ. ഇവിടെ നോക്കിയാൽ നമുക്കറിയാം, ഇതാണ് പിനിയൻ വീല്. ഇവിടെ അകത്തിരിക്കുന്ന പിനിയൻ വീല് എസ്കേപ്മെൻറ്റ് വീലിനേക്കാളും എന്താണ്, സ്മാളറാണ്. കണ്ടോ, പിനിയൻ വീലിൽ എന്തിരിക്കുന്നു, കാരേജർ ആക്കിയിരിക്കുന്ന കണ്ടില്ലേ, അതേപോലെ ഇരിക്കുന്ന കണ്ടില്ലേ, അതിങ്ങനെ മൂവ് ചെയ്യുന്ന കണ്ടില്ലേ. ഇതാണ് സംഭവിക്കുക. ഇനി ഇതിൻ്റെ മൂവ്മെൻറ്റിന് എന്ത് കാരണമാകുന്നു, അതിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ എന്താണ്, ദ കാരേജ് ഈസ് മൂവിങ് ഓൺ പിനിയൻ വീൽ. അതൊരു സംശയമില്ല കാര്യത്തിൽ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ. അതുപോലെ പിനിയൻ വീൽ ഈസ് കണക്റ്റഡ് വിത്ത് ദി എസ്കേപ്മെൻറ്റ് വീൽ വിത്ത് ദ സെയിം ഷാഫ്റ്റ്. ഒറ്റ ഷാഫ്റ്റിൽ തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, എസ്കേപ്മെൻറ്റ് വീലിനെയും പിനിയൻ വീലിനെയും കണക്ട് ചെയ്തിരിക്കുന്നത്. എന്തിനാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്? നോക്കടേ, ഇതിൻ്റെ അകത്ത് നോക്കുക, അവിടെ ഒരു ഷാഫ്റ്റ് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എസ്കേപ്മെൻറ്റ് വീൽ തിരിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി പിനിയൻ വീലും തിരിയത്തില്ലേ, ഒറ്റ കമ്പിൽ തന്നെ കൊത്തി വെച്ചിരുന്നാൽ. അത്രേ ഉള്ളൂ കാര്യം അല്ലേ. എന്തുകൊണ്ടാണ് ഒരേ ഷാഫ്റ്റ് തന്നെ കണക്ട് ചെയ്യണം? എന്താണ്, എസ്കേപ്മെൻറ്റ് വീല് ഒരു ഡിഗ്രി തിരിയുമ്പോൾ പിനിയൻ വീലും അതിനൊപ്പം തിരിയണം. അതിനിടയ്ക്ക് പിന്നെ പവർ കൊടുക്കാൻ വേണ്ടി വേറെ ഗിയറിൻ്റെ ഒന്നും ആവശ്യമില്ല, ഒറ്റ ഷാഫ്റ്റിൽ കണക്ട് ചെയ്താൽ മതി അല്ലേ. മതി, നിങ്ങൾക്ക് അറിയാം കാര്യം. അപ്പോൾ നോക്കാം, എ സ്മാൾ വീൽ അറ്റ് ദ സെൻറ്റർ ഓഫ് ദ ടൈപ്പ് റൈറ്റർ ഇൻ വിച്ച് കാരേജ് മൂവ്സ് ഓൺ. എങ്ങനെ, ഡിഗ്രി ബൈ ഡിഗ്രി. അതുപോലെ പിനിയൻ വീൽസ് സ്മാളർ ദാൻ എസ്കേപ്മെൻറ്റ് വീല്. എസ്കേപ്മെൻറ്റ് വീലിനേക്കാൾ ചെറുതാണ് പിനിയൻ വീല്, മറന്നു പോകില്ല, ചിത്രം കണ്ടു നിങ്ങൾ. അതുപോലെ ദ കാരേജ് ഈസ് മൂവിങ് ഓൺ പിനിയൻ വീൽ. കാരേജ് എവിടെ, പിനിയൻ വീലിൻ്റെ മുകളിലാണ് മൂവ് ചെയ്യുന്നത്. അതുപോലെ പിനിയൻ വീൽ ഈസ് കണക്റ്റഡ് വിത്ത് എസ്കേപ്മെൻറ്റ് വീൽ വിത്ത് ദ സെയിം ഷാഫ്റ്റ്. ഒരൊറ്റ ഷാഫ്റ്റ് കൊണ്ടാണ് ഇത് രണ്ടിനെയും കണക്ട് ചെയ്തിരിക്കുന്ന കാര്യവും നമുക്കറിയാം. ഇനി നോക്കാം, എസ്കേപ്മെൻറ്റ് വീൽ നോക്കാം. എസ്കേപ്മെൻറ്റ് വീല് എന്താണ്? എസ്കേപ്മെൻറ്റ് വീല് ഇത്രയേ ഉള്ളൂ. എസ്കേപ്മെൻറ്റ് വീൽ ഈസ് ദ ബിഗ്ഗർ വീൽ, അല്ലെങ്കിൽ ബിഗ്ഗസ്റ്റ് വീൽ എന്ന് വേണമെങ്കിൽ പറയാം. ബിഗ്ഗസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, കമ്പാരിറ്റീവ് ഡിഗ്രി ആണ് കേട്ടോ, കമ്പാരിറ്റീവ് ആണ്. ഏതുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ, പിനിയൻ വീലുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ എസ്കേപ്മെൻറ്റ് വീൽ ഈസ് ദ ബിഗ്ഗർ വീൽ, മറന്നു പോകരുത്. അതുപോലെ എസ്കേപ്മെൻറ്റ് മീൻസ് എന്താണ്, എസ്കേപ്മെൻറ്റ് ഫ്രം ഡോഗ്സ്, പട്ടികളിൽ നിന്ന് രക്ഷപ്പെടുക. പട്ടി എന്താ ചെയ്യുന്നത്, ഈ പല്ലിനെ കടിച്ചു പിടിച്ചിരിക്കുന്നു, അതിൽ നിന്ന് രക്ഷപ്പെടുക. രക്ഷപ്പെട്ടാൽ എന്തോ ചെയ്യാൻ പറ്റത്തുള്ളൂ, ഒരു മൂവ് ചെയ്ത് പോകാൻ പറ്റത്തുള്ളൂ, ഇത്രയേ ഉള്ളൂ. എസ്കേപ്മെൻറ്റ് വീൽസ്, എസ്കേപ്മെൻറ്റ് ഫ്രം ഡോഗ്സ്. ഇനി ചോദിക്കാം, എന്താ, ലൂസ് ഡോഗ് ആൻഡ് റിജിഡ് ഡോഗ് ആക്ട്സ് ഓൺ ദ ഇവിടെ എസ്കേപ്മെൻറ്റ് വീലിലാണ് പ്രവർത്തിക്കുന്നത്, പിനിയൻ വീലിലല്ല. ഓക്കെ, എസ്കേപ്മെൻറ്റ് വീലിലാണ് എന്ത്, ലൂസ് ഡോഗും റിജിഡ് ഡോഗും പ്രവർത്തിക്കുന്നത്. ഓർത്തിരിക്കുക, വീഡിയോ ഒന്നുകൂടെ കാണുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാകും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എസ്കേപ്മെൻറ്റ് വീൽ എന്ന് വിളിക്കുന്നത്. ഇത് രണ്ടും കൂടെ ഒരേ കമ്പിൽ കോർത്ത് വെച്ചെങ്കിൽ രണ്ട് വീലാണ് ഇടേ. എന്താണ്, എസ്കേപ്മെൻറ്റ് വീൽ ഇങ്ങനെ വലുതായിട്ടിരിക്കുന്നു, അതിൻ്റെ തൊട്ടടുത്ത് പിനിയൻ വീൽ ഇരിക്കുന്നു. എസ്കേപ്മെൻറ്റ് വീലിനെ ഇങ്ങനെ ഡോഗ് പിടിച്ചു വെച്ചിരിക്കുന്നു. യൂണിവേഴ്സൽ ഭാഗം തട്ടുമ്പോൾ ഡോഗ് വിടും. അപ്പോൾ എന്നിട്ട് ഒരു ഡിഗ്രി കറങ്ങും. അങ്ങനെ ഇതാണ് സംഭവം. അപ്പോൾ ഇത് നമുക്ക് നോക്കാം. വെന്നെവർ ദ ഡോഗ് ആക്ട്സ് ദ എസ്കേപ്മെൻറ്റ് വീൽ റൊട്ടേറ്റ്സ് ടൂത്ത് ബൈ ടൂത്ത്. അതായത് ഇത് ആക്ട് ചെയ്യുമ്പോൾ
അതായത് നമ്മുടെ ഡോഗ് ബ്ലോക്കിലുള്ള ഡോഗ്സ് ആക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, എസ്കേപ്മെൻറ്റ് വീല് ടൂത്ത് ബൈ ടൂത്ത് ആയിട്ട് എന്ത് ചെയ്യും, മൂവ് ചെയ്യും. ഇത് നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് എന്ത് പിനിയൻ വീല്, ഇതാണ് എസ്കേപ്മെൻറ്റ് വീല് കേട്ടോ. കണ്ടോ വലിയ വലിയ പൽച്ചക്രം കണ്ടോ, ഇതല്ല, ഇതവിടെ വിട്ടേക്ക് നിങ്ങൾ. ഇതാണ് എസ്കേപ്മെൻറ്റ് വീല്, ഇതാണ് പിനിയൻ വീല്. ഇതിൻ്റെ മണ്ടയിലാണ് ക്യാരേജ് ഇരിക്കുന്നത്. ക്യാരേജ് റെസ്റ്റ് ഓൺ ദ പിനിയൻ വീല്, മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇതാണെന്ത് എസ്കേപ്മെൻറ്റ് വീല്, മറന്നു പോകരുത്. ഇത് രണ്ടും നിങ്ങൾ കണ്ടു, ഇത് നിങ്ങൾ നേരത്തെ കണ്ട ചിത്രമാണ്. അപ്പോൾ നോക്കാം, വെന്നെവർ ദ ഡോഗ്സ് ആക്ട്സ്, ഡോഗിൻ്റെ പ്രവർത്തനം വരുമ്പോൾ ഡോഗ് എപ്പോഴാണ് പ്രവർത്തിക്കുന്നത്, നമ്മൾ ഓരോ കീ പ്രസ് ചെയ്യുമ്പോൾ അല്ലേ, ഓരോ ക്യാരക്ടർ കീ പ്രസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഓരോ നോൺ ക്യാരക്ടർ കീ പ്രസ് ചെയ്യുമ്പോൾ ഏത് എക്സെപ്റ്റ് ഉണ്ട്, ഒരെണ്ണം ഉണ്ട് കേട്ടോ. അതായത് നേരിട്ട് യൂണിവേഴ്സൽ ബാറിൽ ആക്ഷൻ ഇല്ലാത്തൊരു കീ ഉണ്ട്, അതാണ് സ്പേസ് ബാർ. അതുപോലെ ഡെഡ് കീ എന്താണ്, ഡെഡ് കീ പ്രസ് ചെയ്താൽ ഒന്നും അനങ്ങത്തില്ല. കാരണം എന്താണ്, അനങ്ങേണ്ട ആവശ്യമില്ല. ഓക്കെ, അത് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ എന്താണ്, whenever the dog acts on the escapement wheel, it rotates tooth by tooth, പല്ല് ബൈ പല്ലായിട്ട് അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. എങ്ങനെ, നമ്മുടെ ഈ ഡോഗ് അതിനകത്ത് ആക്ട് ചെയ്യുമ്പോൾ. എ റിജിഡ് ഡോഗ് ആൻഡ് ലൂസ് ഡോഗ് ആക്ട്സ് ഓൺ ദി എസ്കേപ്മെന്റ് വീൽ. ഈ ലൂസ് ഡോഗും റിജിഡ് ഡോഗും എവിടെയാണ് പ്രവർത്തിക്കുന്നത്, എസ്കേപ്മെന്റ് വീലിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെയാണ് എസ്കേപ്മെന്റ് വീല്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒന്നുകൂടെ കാണുമ്പോഴത്തേക്കും ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ഡോഗ് ബ്ലോക്ക് അല്ലെങ്കിൽ റോക്കർ. ഡോഗ് ബ്ലോക്ക് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ്, 2 ഡോഗ്സ് ഉണ്ട് അല്ലേ. എന്തൊക്കെയാണ്, ലൂസ് ഡോഗും ഉണ്ട്, റിജിഡ് ഡോഗും ഉണ്ട്. ഡോഗ് ബ്ലോക്ക് അല്ലെങ്കിൽ റോക്കർ. ഡോഗ് ബ്ലോക്കിന്റെ മറ്റൊരു പേര് റോക്കർ. ഡോഗ് ബ്ലോക്ക് ഈസ് അതർവൈസ് നോൺ ആസ് റോക്കർ അല്ലേ. ഡോഗ് ബ്ലോക്കിന്റെ മറ്റൊരു പേരാണ് റോക്കർ. ഓക്കെ, അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഡോഗ് ബ്ലോക്ക് ഈസ് അതർവൈസ് നോൺ ആസ് ഡാഷ് റോക്കർ. അതുപോലെ ഡോഗ് ബ്ലോക്ക് കണ്ടെയ്ൻസ് ലൂസ് ഡോഗ് ആൻഡ് റിജിഡ് ഡോഗ്. 2 ഡോഗ് ഉണ്ട്, ഒന്ന് ലൂസ് ഡോഗും 2 റിജിഡ് ഡോഗും. ഇത് രണ്ടും ഞാൻ കാണിച്ചു തരും. ഒന്നും കൂടെ വീഡിയോ പോസ് ചെയ്ത് ഞാൻ കാണിച്ചു തരും. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ മനസ്സിലാവും കാര്യങ്ങൾ. അതുപോലെ റെക്ടാങ്കുലർ പോർഷൻ സീൻ ബിലോ ദ എസ്കേപ്മെന്റ് വീൽ ഈസ് നോൺ ആസ് എന്ത്, ഡോഗ് ബ്ലോക്ക്. ഇത് റെക്ടാങ്കുലർ പോർഷൻ ആണ്. ഈ റെക്ടാങ്കുലർ പോർഷൻ അകത്താണ് ഈ പറഞ്ഞ 2 ഡോഗ്സും ഇരിക്കുന്നത്. അതിനൊരു കവറേജ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള റെക്ടാങ്കുലർ പോർഷൻ സീൻ ബിലോ ദ എസ്കേപ്മെന്റ് വീല്, അതിന് പറയുന്ന പേരാണ് ഡോഗ് ബ്ലോക്ക്. ഡോഗ്സിനെ വെച്ചിരിക്കുന്ന ബ്ലോക്ക് അത് മാത്രം ഓർത്താൽ മതി. ഒരു ബ്ലോക്ക്, അതിൽ റെക്ടാങ്കുലർ ബ്ലോക്ക് അല്ലേ. യെസ്, ഓക്കെ. അതുപോലെ ഡോഗ് ബ്ലോക്ക് കണ്ടെയ്ൻസ് ലൂസ് ഡോഗ് ആൻഡ് റിജിഡ് ഡോഗ്. ആ ഡോഗ് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ബോക്സിനകത്ത് എന്തുണ്ട്, ലൂസ് ഡോഗുമുണ്ട്, റിജിഡ് ഡോഗുമുണ്ട്. ഇനി നമുക്ക് നോക്കാം, സ്പേസ് ബാർ ഈസ് ഡയറക്റ്റ്ലി കണക്റ്റഡ് ടു ഡോഗ് ബ്ലോക്ക്. ഡോഗ് ബ്ലോക്കുമായി നേരിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന സാധനം കീ ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം ഇവിടെ റെഡിയാണ്, സ്പേസ് ബാർ. മറന്നു പോകരുത് കേട്ടോ, മറന്നു പോകരുതേ. ഡോഗ് ബ്ലോക്കുമായിട്ട് ഡയറക്റ്റ് കണക്ട് ചെയ്തിരിക്കുന്ന കീ ഏതാണെന്ന് ചോദിച്ചാൽ സ്പേസ് ബാർ നമ്മൾ എഴുതണം. എന്താണ്, ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ അവസാനം നിങ്ങൾ കണ്ടില്ലേ, സ്പേസ് ബാറിന് നേരെ എന്തില്ല ക്യാമൊന്നുമില്ല. മറ്റേതാകുമ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ വീലിൻ്റെ എൻഡിലുള്ള ക്യാമാണ് ചെന്ന് എന്ത് ചെയ്യുന്നത്, യൂണിവേഴ്സൽ ബാറിൻ്റെ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന ഒരു വൃത്താകൃതിയുള്ള സാധനമുണ്ട്, അതിൽ നിന്ന് പ്രവർത്തിക്കുന്നത് അല്ലേ, അത് എന്ന് ഇങ്ങനെ അടിച്ചോളും. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. ലൂസ് ഡോഗും റിജിഡ് ഡോഗും എന്താണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് മെക്കാനിസം നോക്കാം. മെക്കാനിസം നിങ്ങളതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ആ ചിത്രം കണ്ടിട്ട് അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ലൂസ് ഡോഗ് ഈസ് എ മെറ്റൽ പീസ് വിച്ച് ഓൾവേസ് സീൻ ഹോൾഡിംഗ് ദ ടൂത്ത് ഓഫ് ദ എസ്കേപ്മെന്റ് വീൽ വെൻ ദ മെഷീൻ ഈസ് അറ്റ് റെസ്റ്റ്. ശ്രദ്ധിക്കുക, മെഷീനിൽ നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ മെഷീൻ്റെ ക്യാരേജിനെ ഇങ്ങനെ പിടിച്ചു വലിച്ചു വെച്ചിരിക്കുകയാണ് ആര് മെയിൻ സ്പ്രിങ്ങിൻ്റെ പവർ വെച്ചുള്ള ഡ്രോ കോഡ്. എങ്ങോട്ട്, അതിങ്ങനെ പോകാൻ റെഡി നിൽക്കുക, അമർത്തി അപ്പോഴേ പോകണം അല്ലേ. അപ്പോൾ മെഷീൻ റെസ്റ്റിലായിരിക്കുമ്പോൾ ഇത് നീങ്ങിപ്പോകാതെ പിടിച്ചു വെച്ചിരിക്കുന്ന സാധനത്തിന് പറയുന്ന പേരാണെന്ത്, ലൂസ് ഡോഗ്. മറന്നു പോകരുത് കേട്ടോ. മെഷീൻ റെസ്റ്റിലായിരിക്കുന്ന സമയത്ത് എന്തിനെ ഹോൾഡ് ചെയ്യുന്നു, എസ്കേപ്മെന്റ് വീലിനെ അതിൻ്റെ പല്ലിൽ പിടിച്ചു വെച്ചിരിക്കുന്നതിന് നമ്മൾ ആ പറഞ്ഞ ഡോഗിനെയാണ് ലൂസ് ഡോഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ലൂസ് ഡോഗിനെ എങ്ങനെ അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഓൺ അപ്ലൈയിങ് എ ക്യാരക്ടർ കീ. ശ്രദ്ധിക്കുക, നമ്മൾ ക്യാരക്ടർ കീ ആക്കി അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, ഞാൻ ഇങ്ങനെ ക്യാരക്ടർ കീ അമർത്തുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും, ക്യാരക്ടർ കീയുടെ എൻഡിലുള്ള ആ ഒരു ക്യാം വന്ന് യൂണിവേഴ്സ് ബാറിന് അകത്തേക്ക് തള്ളും. അപ്പോൾ ആ തള്ളിച്ചയിൽ ലൂസ് ഡോഗ് പുറത്തോട്ട് പോകും. അങ്ങനെ പുറത്തോട്ട് പോകുന്ന ആ പല്ലിനെ റിജിഡ് ഡോഗ് ഒന്ന് തടയും. ഇതാണ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ പുറത്തോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് എന്താ സംഭവിക്കുന്നത്, റിജിഡ് ഡോഗ് ക്യാച്ചസ് ദ സെയിം ടൂത്ത് ഓഫ് ദ എസ്കേപ്മെന്റ് വീൽ. ആ സെയിം ടൂത്തിനെ തന്നെ ഒന്ന് ക്യാച്ച് ചെയ്യും.
ജസ്റ്റ് തടഞ്ഞു വയ്ക്കും അല്ലേ. അപ്പോൾ നമ്മൾ ആ കീ പിന്നെ റിലീസ് ചെയ്യുകയാണ്. നമ്മൾ എയിൽ അമർത്തുമ്പോഴാണ് സംഭവിക്കുന്നത്. എയിൽ അമർത്തുമ്പോൾ എന്ത് സംഭവിക്കും? എയിൽ അമർത്തുമ്പോഴത്തേക്ക് നമ്മുടെ യൂണിവേഴ്സൽ ബാർ അകത്തേക്ക് തള്ളും. ലൂസ് ഡോഗ് എവിടെ നിന്ന് എസ്കേപ്മെൻറ്റ് വീലിൽ നിന്ന് പിടിവിടും. അപ്പോൾ ആ പിടിവിടുന്നതിനെ ആര് പിടിക്കും? റിജിഡ് ഡോഗ് പിടിക്കും അല്ലേ, അനങ്ങാതെ പിടിക്കും. അത് കഴിഞ്ഞ് നമ്മൾ കീന്ന് കൈ എടുത്തു. അപ്പോൾ എന്ത് ചെയ്യും? ഈ സാധനം തിരിച്ച് പഴയ പൊസിഷനിലേക്ക് വരും. അപ്പോൾ എന്ത് ചെയ്യും? ലൂസ് ഡോഗ് അകത്തോട്ട് കയറിയിട്ട് അടുത്ത ടൂത്തിൽ പിടിക്കും. അപ്പോൾ അതൊക്കെ നീങ്ങിപ്പോകും. ഇത്രയുള്ള സംഭവം. അപ്പോൾ ഒരു ടൂത്ത് അപ്പുറത്ത് പോയില്ലേ, ഒരു ടൂത്ത് കറങ്ങി, ഒരു ടൂത്ത് കറങ്ങി കഴിഞ്ഞു. അപ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. ഇങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ്മെൻറ്റ് സാധ്യമാകുന്നത്. ഇഫ് ദർ ഈസ് നോ ലൂസ് ഡോഗ് ദ ക്യാരേജ് ഡാഷസ് ടുവാർഡ്സ് ദ ലെഫ്റ്റ്. ലൂസ് ഡോഗ് മാത്രം ഇല്ലാതായാൽ മതി. എന്താ? ക്യാരേജ് തെറ്റി അടിച്ചങ്ങ് പോകും. എങ്ങേറ്റം വരെ ലെഫ്റ്റ് വരെ പോകും. ഓക്കെയാണ് പറഞ്ഞത്. ലൂസ് ഡോഗ് ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ക്യാരേജ് അങ്ങ് പോകും. അപ്പോൾ ആരാണ് ഇതിൻ്റെ റെസ്റ്റ് ഇരിക്കുന്ന സമയത്ത്, നമ്മുടെ ടൈപ്പ് റൈറ്റർ ഒന്നും ചെയ്യാതിരിക്കുന്ന സമയത്ത് ക്യാരേജിനെ അവിടെ പിടിച്ചു നിർത്തുന്ന ആരാണ്? അല്ലെങ്കിൽ എസ്കേപ്മെൻറ്റ് വീലിനെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആരാണ്? ലൂസ് ഡോഗാണ്. അഴിഞ്ഞു കിടക്കുന്ന നായാണ് അതിനെ കടിച്ചു പിടിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ, റിജിഡ് ഡോഗ് അല്ല. അത് ഓർത്ത് വയ്ക്കുക. ഇപ്രാവശ്യം ചോദിക്കും കേട്ടോ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ മെക്കാനിസം എന്ന് പറയുന്നത്. ഡോഗ് ബ്ലോക്ക്, റോക്കർ എന്താ മനസ്സിലായി? ഡോഗ് ബ്ലോക്കിന് മറ്റൊരു പേരാണ് റോക്കർ. അതുപോലെ 2 ഡോഗ്സ് ഉണ്ട്, ലൂസ് ഡോഗും ഉണ്ട്, റിജിഡ് ഡോഗും ഉണ്ട് അല്ലേ. സ്പേസ് ബാർ എവിടെ? ഡോഗ് ബ്ലോക്കുമായിട്ട് നേരിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അത് നമുക്കറിയാം. മെക്കാനിസം എന്താണെന്ന് നമ്മളൊന്നുകൂടെ മനസ്സിലാക്കി അല്ലേ. ഇനി യൂണിവേഴ്സൽ ബാർ എന്താണെന്ന് കൂടെ നോക്കിയതിന് ശേഷം നമുക്ക് ഒന്നും കൂടെ വീഡിയോ കാണാം. യൂണിവേഴ്സൽ ബാർ ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ബിഹൈൻഡ് ദ സെഗ്മെന്റ്. എവിടെയാണ് ഇരിക്കുന്നത്? യൂണിവേഴ്സൽ ബാർ ഇരിക്കുന്നത് സെഗ്മെന്റിന് ബാക്കിലാണ്. എന്താണ് കാര്യം? യൂണിവേഴ്സൽ ബാർ സെഗ്മെന്റ് ബാക്ക് വെച്ചിട്ടേ കാര്യമുള്ളൂ. കാര്യം എന്താണ്? നമ്മൾ ഓരോ കീ അടിക്കുമ്പോഴത്തേക്കും അതിന്റെ ക്യാം വന്നിട്ട് എന്ത് ചെയ്യണം? ആ യൂണിവേഴ്സൽ ബാർ തള്ളണം അല്ലേ. അപ്പോൾ ഇത് എവിടെയാണ് ക്യാം? ഇതെല്ലാം അഡ്ജസ്റ്റ് വെച്ചിരിക്കുന്നത് ഫൾക്രം വയറിൽ എവിടെയാണ്? സെഗ്മെന്റാണ്. അപ്പോൾ സെഗ്മെന്റിന്റെ ബാക്കിൽ എന്തിരിക്കത്തുള്ളൂ? യൂണിവേഴ്സൽ ബാർ ഇരിക്കത്തുള്ളൂ. ഇനി ഹാൾഡയിൽ ഒരു വ്യത്യാസമുണ്ട്. ഹാൾഡയിൽ യൂണിവേഴ്സൽ ബാർ എന്തിൻ്റെ? ഇൻ ഫ്രണ്ട് ഓഫ് ദ വെർട്ടിക്കൽ ലിങ്കിൻ്റെ ഫ്രണ്ടിലായിരിക്കുന്നത്. അതൊരു വ്യത്യാസമാണ്, പഠിച്ചു വെച്ചോളാം കേട്ടോ. അപ്പോൾ അതുപോലെ ദിസ് ബാർ ഈസ് കണക്റ്റഡ് ടു ഡോഗ് ബ്ലോക്ക് ബൈ മീൻസ് ഓഫ് റോക്കർ മെക്കാനിസം. ഡോഗ് ബ്ലോക്കിലേക്ക് റോക്കർ മെക്കാനിസമാണ് എന്ത് ചെയ്യുന്നത്? ഈ യൂണിവേഴ്സൽ ബാറിനെ കണക്ട് ചെയ്യുന്നത്. ഈച്ച് ടൈപ്പ് ബാർ ആക്ട്സ് ഓൺ യൂണിവേഴ്സൽ ബാർ. എല്ലാ ടൈപ്പ് ബാറും എവിടെ? യൂണിവേഴ്സൽ ബാറാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, നമുക്കറിയാം ദ കീ ഡസ് നോട്ട് ആക്ട് ഓൺ യൂണിവേഴ്സൽ ബാർ ഈസ് കാൾഡ് ഡെഡ് കീ. അതായത് യൂണിവേഴ്സൽ ബാറിൽ ആക്ഷൻ ഇല്ലാത്ത കീ എന്ന് പറയുമ്പോൾ എന്താണ്? ഡെഡ് കീ. എന്തിനാ യൂണിവേഴ്സൽ ബാറിൽ ആക്ഷൻ ഉണ്ടാക്കുന്നത്? എന്തിനെ മൂവ് ചെയ്യണം? ക്യാരേജിനെ മൂവ് ചെയ്യണം അല്ലേ. ക്യാരേജിനെ ഒരു സ്റ്റെപ്പ് അല്ലെങ്കിൽ ഒരു ഡിഗ്രി മൂവ് ചെയ്യാൻ വേണ്ടിയാണ് യൂണിവേഴ്സൽ ബാർ പോയി ലൂസ് ഡോഗിനെ മാറ്റി പിനിയൻ വീല് ജസ്റ്റ് ഒന്ന് അടുത്ത റിജിഡ് ഡോഗ് പിടിച്ച് പിന്നെ കീ വിടുമ്പോഴത്തേക്ക് ലൂസ് ഡോഗ് തിരിച്ചു വന്ന് അടുത്ത പല്ലി പിടിച്ച്. അപ്പോൾ ഒരു ഡിഗ്രി പൂർത്തിയാകണമെങ്കിൽ എന്തിനാ പറ? നമ്മുടെ ക്യാരേജ് മൂവ് ചെയ്യാനാണല്ലേ. മൂവ് ചെയ്യേണ്ട ക്യാരേജ് മൂവ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഡെഡ് കീ അമർത്തുന്ന സമയത്ത് അത് മൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതുകൊണ്ടാണ് അതിനെ ഡെഡ് കീ എന്ന് പറയുന്നത്. എന്താ ഉദാഹരണം പറ? ചന്ദ്രകലയാണല്ലേ. ചന്ദ്രകല സമൃദ്ധോകാരമാണ് എന്ത്? ഡെഡ് കീക്ക് ഉദാഹരണം അല്ലേ. ഡെഡ് കീക്ക് ഉദാഹരണം. ഹിന്ദിയിലുണ്ട് ഡെഡ് കീ അല്ലേ, തമിഴിലുണ്ട് ഡെഡ് കീ, നമുക്ക് മലയാളത്തിലുണ്ട്, ഇംഗ്ലീഷിൽ ഡെഡ് കീ ഇല്ല. അപ്പോൾ ഇത്രയും ഓർത്ത് വയ്ക്കുക. എന്താണ് യൂണിവേഴ്സൽ ബാർ? ഇറ്റ് ഈസ് സിറ്റുവേറ്റഡ് ബിഹൈൻഡ് ദ സെഗ്മെന്റ്. ഹാൾഡ മെഷീനാണെന്നുണ്ടെങ്കിൽ എവിടെ? ഇൻ ഫ്രണ്ട് ഓഫ് ദ വെർട്ടിക്കൽ ലിങ്ക് എന്നാണ് ഉത്തരം കേട്ടോ. ഇൻ ഫ്രണ്ട് ഓഫ് ദ വെർട്ടിക്കൽ ലിങ്ക്. സെഗ്മെന്റിന്റെ ബാക്കിലായിട്ടാണ് എന്ത്? സാധാരണ യൂണിവേഴ്സൽ ബാർ കാണുന്നത്. ഈച്ച് ടൈപ്പ് ബാർ ആക്ട്സ് ഓൺ യൂണിവേഴ്സൽ ബാർ എക്സെപ്റ്റ് എക്സെപ്റ്റ് സ്പേസ് ബാർ. സ്പേസ് ബാർ നേരിട്ട് യൂണിവേഴ്സൽ ബാറിൽ ഒരു ആക്ഷനും ഇല്ല കേട്ടോ. അത് മറന്നു പോലെ ഇങ്ങനെയുള്ള സംഗതിയാണ് ചോദിക്കുന്നത് കേട്ടോ. നോക്കാം എന്താണ്? ദിസ് ബാർ കണക്ട്സ് ദ ഡോഗ് ബ്ലോക്ക് ബൈ മീൻസ് ഓഫ് റോക്കർ മെക്കാനിസം. എന്ത് വെച്ചാൽ റോക്കർ മെക്കാനിസം വഴിയാണ് ഡോഗ് ബ്ലോക്കിലേക്ക് ഇതിനെ കണക്ട് ചെയ്തിരിക്കുന്നത്. ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് തുടക്കത്തിൽ ഒന്നുകൂടി റിവൈസ് ചെയ്തിട്ട് അവസാനിപ്പിക്കാം. ഞാൻ ഒന്നും പറയുന്നില്ല, നിങ്ങളൊന്ന് കണ്ടു നോക്കുക. എന്താണ് സംഭവിക്കുന്നത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്തൊക്കെ സംഭവിക്കും? രണ്ടാമത് ഞാൻ ഒന്നുകൂടെ പറയാം. എന്തോ സംഭവിക്കുന്നുണ്ട്. അവിടെ ഒരു ക്യാം എന്ന് പറഞ്ഞ ഭാഗമുണ്ട്. ഞാൻ തന്നെ പറയാം കേട്ടോ. അല്ലെങ്കിൽ അതിങ്ങനെ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ എന്ത് വരും? നമ്മുടെ ഈ ടൈപ്പ് ബാർ ഇങ്ങനെ ഉയർന്നു വരും. അപ്പോൾ ഈ ക്യാം എന്ത് ചെയ്യും? ഈ അർദ്ധവൃത്താകൃതി ഇതിങ്ങനെ ഇരിക്കേണ്ടേ, കാരണം എല്ലാം ഇതുപോലെ വട്ടം വെച്ചേക്കുക. ഇതാണ് യൂണിവേഴ്സൽ ബാർ എന്ന് പറയുന്ന സാധനം. യൂണിവേഴ്സൽ ബാർ കണ്ടോ, ഇവിടെ സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, യൂണിവേഴ്സൽ ബാർ എന്ത് ചെയ്യുന്നുണ്ട്? റോക്കർ മെക്കാനിസം വന്നിട്ട് എന്തിനെ തള്ളുന്നുണ്ട്? ഇവിടെ എസ്കേപ്മെന്റ് വീൽ കണ്ടോ? എസ്കേപ്മെന്റ് വീലിനെ ഡോഗ് പിടിച്ചു വെച്ചേക്കുകയാണ്. നിങ്ങൾക്കതെല്ലാം വ്യക്തമായിട്ട് കാണാം. പിനിയൻ വീലിൻ്റെ മുകളിൽ ക്യാരേജർ ആക്കിയിരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിനെ 1 ഡിഗ്രി തിരിക്കണം അല്ലേ. അതാണ് ആവശ്യം. ഇത് അങ്ങോട്ട് തള്ളുമ്പോൾ ഇതിനെ 1 ഡിഗ്രി തിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എത്ര ഡോഗ് ഉണ്ട്?
ലൂസ് ഡോഗും റിജിഡ് ഡോഗും ഇതിനെ വിട്ട് പിടിക്കണം അല്ലേ, അതിനെ വിട്ട് പിടിക്കണം. തള്ളുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ആ സ്പ്രിങ് ഘടിപ്പിച്ചിട്ടുള്ളത് ഇതാണ് ലൂസ് ഡോഗ്. കണ്ടോ, ലൂസ് ഡോഗാണ് ഇപ്പോൾ ശരിക്കും ഇതിനെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് ക്യാരേജ് അറ്റ് റെസ്റ്റ് ആണ്. ഇപ്പോൾ ക്യാരേജ് ഇപ്പോൾ അതായത് ഒന്നും നമ്മൾ ടൈപ്പ് ചെയ്യുന്നില്ല. ആ സമയത്ത് കണ്ടോ, ടൈപ്പ് ചെയ്തു, ലൂസ് ഡോഗ് വിട്ടു, റിജിഡ് ഡോഗ് അകത്ത് കയറി അതിനെ പിടിച്ചു. ആ സെയിം ടൂത്തിൽ തന്നെ റിജിഡ് ഡോഗ് ആക്ട് ചെയ്തു. കണ്ടോ, ലൂസ് ഡോഗ് വിട്ട് കഴിഞ്ഞാൽ റിജിഡ് ഡോഗ് അതിനെ പിടിച്ചോ, പിടിച്ചു. ഇനി നമ്മൾ കീ റിലീസ് ചെയ്യാണ്. അപ്പോൾ റിജിഡ് ഡോഗാണ് ഇപ്പോൾ ആക്ഷനിലിരിക്കുന്നത്. അങ്ങ് കയറി ഇരിക്കുക, കീ റിലീസ് ചെയ്യാണ്. നോക്കുക, കീ റിലീസ് ചെയ്യാണ്. കീ റിലീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം പറ. എന്ത് ചെയ്യും, ഈ സാധനം നമ്മുടെ യൂണിവേഴ്സൽ ബാർ നേരെ ബാക്കിലോട്ട് വരണോ അല്ലേ, വരുമ്പോൾ എന്താണ് സംഭവിക്കുക കൂട്ടുകാരെ, കണ്ടോ. എന്ത് സംഭവിച്ചു ഒന്നുകൂടെ നമുക്ക് ക്ലോസ് ആയിട്ട് നോക്കാം. കണ്ടോ, യെസ്, 1 ഡിഗ്രി. ഇത് എന്താണ് നമ്മുടെ ഇതാണ് സംഭവിച്ചത്. ഇതാണ് നമ്മുടെ ഇത് റിജിഡ് ഡോഗ് ബാക്കിലോട്ട് പോയി. അപ്പോൾ ഇത് ചക്രം ഒരു പ്രാവശ്യം തിരിഞ്ഞു, ലൂസ് ഡോഗ് നേരെ അതിനെ പിടിച്ചു, അടുത്ത പല്ലിൽ പിടിച്ചു. ഇതാണ് സംഭവിച്ചത്. കണ്ടോ, ലൂസ് ഡോഗ് അടുത്ത പല്ലിൽ ടൈറ്റ് ചെയ്തു. ഇതാണ് സംഗതി സംഭവിക്കുന്നത്. നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാകും, ഒരാൾക്കും ഒരു സംശയം ഉണ്ടാകത്തില്ല. ഇനി റോക്കർ മെക്കാനിസം എന്താണെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാകത്തില്ല. നോക്കാം. നമുക്കിനി ഒന്നും കൂടെ അതിൻ്റെ ഫാസ്റ്റ് ആക്ഷൻ നോക്കാം. എന്താണ് സംഭവിക്കുന്നത്, കണ്ടോ, ലൂസ് ഡോഗ് വിട്ടു, റിജിഡ് ഡോഗ് പിടിച്ചു. കണ്ടോ, തിരിച്ച് വന്നു പോയി. ഇങ്ങനെയാണ് ഡിഗ്രി ബൈ ഡിഗ്രി ആയിട്ട് ഇതിങ്ങനെ മൂവ് ചെയ്ത് പോകുന്നത്. നിങ്ങൾക്ക് ഇത് കിട്ടുന്ന അസുലഭമായിട്ടുള്ളൊരു അവസരമാണ്. ഇതുപോലുള്ളൊരു കണ്ടുപഠിക്കാനുള്ള അവസരം നിങ്ങൾക്ക് കിട്ടത്തില്ല. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സംശയം എൻ്റെ കൂട്ടുകാർക്ക് ഉണ്ടാകരുത്. എന്താണ് റോക്കർ മെക്കാനിസം എന്നും, എന്താണ് ലൂസ് ഡോഗ് എന്നും, എന്താണ് റിജിഡ് ഡോഗ് എന്നും ആര് ചോദിച്ചാലും പച്ചവെള്ളം പോലെ പറഞ്ഞു കൊടുക്കണം കേട്ടോ. അത് അറിഞ്ഞും കൂടെ ഇരിക്കണം നമ്മൾ. ഇനി നമുക്ക് സ്പേസ് ബാർ യൂണിവേഴ്സൽ ബാറുമായിട്ട് ഘടിപ്പിച്ചിട്ടില്ല അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ പ്രവർത്തനം കൂടെ നമുക്ക് നോക്കാം. യൂണിവേഴ്സൽ ബാർ ഇവിടെയല്ലേ ഇരിക്കുന്നത്, മുകളിലായിരിക്കുന്നത്. നോക്ക്, സ്പേസ് ബാർ തറയിലായിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇത് നേരെ ഡോഗ് ബ്ലോക്കുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോഴും എന്ത് സംഭവിക്കും, സ്പേസ് ബാർ തട്ടുമ്പോഴും എന്ത് സംഭവിക്കും, നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ സംഭവിക്കും. പക്ഷേ കണക്ഷൻ പോകുന്നത് അടിയിൽ കൂടെ ആണെന്നേ ഉള്ളൂ അല്ലേ. മുകളിലുള്ള ഒരു സാധനവും വന്ന് എവിടെ യൂണിവേഴ്സൽ ബാറിൽ ആക്ട് ചെയ്യുന്നില്ല. സോ സ്പേസ് ബാർ ഈസ് നോട്ട് ഡയറക്ട്ലി കണക്റ്റഡ് ടു യൂണിവേഴ്സൽ ബാർ. ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. ഈ കാര്യത്തിൽ ഒരു സംശയം ഉണ്ടാകാൻ പാടില്ല. നമ്മളിത് അറിഞ്ഞുകൂടി ഇരിക്കണം, നിങ്ങളിത് മനസ്സിലാക്കി കൂടി ഇരിക്കണം. ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് ഗുണം, നമുക്ക് ഒന്നും തെറ്റിപ്പോകത്തില്ല അല്ലേ. ഒരു കാര്യവും തെറ്റാതെ നമുക്ക് പഠിച്ചെടുക്കാനും പ്രസൻറ്റ് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഒന്നേന്നുള്ള കാര്യങ്ങൾ ഒന്നുകൂടെ നോക്കി വരാം. മറന്നു പോകില്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തൊക്കെയാണ്, പിനിയൻ വീല് കണ്ടു, നമ്മൾ എസ്കേപ്മെൻറ്റ് വീല് കണ്ടു, ലൂസ് ഡോഗ് കണ്ടു, റിജിഡ് ഡോഗ് കണ്ടു. ഇനി ഇത് 4മാണ് റോക്കർ മെക്കാനിക്സിൻ്റെ ഭാഗങ്ങളെന്ന് ചോദിച്ചാൽ ഏത് ഉറക്കത്തിൽ നമുക്ക് പറയാൻ പറ്റും. അതുപോലെ റോക്കർ മെക്കാനിക്സ് ഒക്കെ ഇളക്കി കളഞ്ഞാൽ എന്ത് സംഭവിക്കും, ക്യാരേജ് പോരും അല്ലേ. അതുപോലെ ലൂസ് ഡോഗ് മാത്രം ഇളക്കിയാലും ആര് പോരും, ക്യാരേജ് എവിടെ പോരും, അപ്പുറത്ത് പോരും അല്ലേ. ലൂസ് ഡോഗ് മാത്രം ഇളക്കിയാലും പോരും അല്ലേ. ഇതാണ് സംഭവിക്കുന്നത്. ഇനി നോക്കാം, പിനിയൻ വീൽ എന്താണ്, സ്മാൾ വീൽ, ചെറുതാണ് പിനിയൻ വീൽ. അതിൻ്റെ മണ്ടയിലാണ് എന്തിരിക്കുന്നത്, നമ്മുടെ ക്യാരേജ് ഇരിക്കുന്നത്. പിനിയൻ വീൽ ഈസ് സ്മാളർ ദാൻ ദ എസ്കേപ്മെന്റ് വീൽ അല്ലെ. അതുപോലെ ക്യാരേജ് ഈസ് മൂവിങ് ഓൺ പിനിയൻ വീൽ, മറന്നു പോകില്ല. പിനിയൻ വീൽ ഈസ് കണക്റ്റഡ് വിത്ത് ദ എസ്കേപ്മെന്റ് വീൽ ദ സെയിം ഷാഫ്റ്റ്. ഒരു ഷാഫ്റ്റ് തന്നെയാണ് പിനിയൻ വീലും എസ്കേപ്മെന്റ് വീലും കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതാണെന്ത് പിനിയൻ വീൽ, നിങ്ങൾക്ക് കണ്ടാൽ വളരെ വ്യക്തമായിട്ട് അറിയാം. അതുപോലെ എസ്കേപ്മെന്റ് വീൽ നോക്കാം. എസ്കേപ്മെന്റ് വീൽ ഈസ് ബിഗർ വീൽ. പിനിയൻ വീലിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ വലുതാണ് എസ്കേപ്മെന്റ് വീൽ. എസ്കേപ്മെന്റ് മീൻസ് എസ്കേപ്മെന്റ് ഫ്രം ഡോഗ്സിൽ നിന്ന് രക്ഷപ്പെടുക അല്ലെ. ലൂസ് ഡോഗ് ആൻഡ് റിജിഡ് ഡോഗ് ആക്ട്സ് ഓൺ ദ എസ്കേപ്മെന്റ് വീൽ, മറന്നു പോകരുത്. അതുപോലെ whenever the dogs acts on the escapement wheel it rotates by tooth by tooth, പല്ല് ബൈ പല്ലായിട്ടാണ് എന്ത് ചെയ്യുന്നത്, അത് റൊട്ടേറ്റ് ചെയ്യുന്നത്. അതുപോലെ റിജിഡ് ഡോഗ് ആൻഡ് ലൂസ് ഡോഗ് ആക്ട്സ് ഓൺ ദ എസ്കേപ്മെന്റ് വീൽ. ഈ കാര്യം ഒന്നും മറന്നു പോകത്തില്ല. ചിത്രങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഇനി നോക്കാം, എന്താണ് ഡോഗ് ബ്ലോക്ക് അല്ലെങ്കിൽ റോക്കർ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ റെക്ടാങ്കുലർ പോർഷൻ ഇൻ വിച്ച് എന്താണ് എവിടെ എന്തിനു താഴെ എസ്കേപ്മെന്റ് വീലിന് താഴെ കാണപ്പെടുന്ന ഭാഗമാണ് അല്ലേ. അതിനെ ഡോഗ് ബ്ലോക്ക് എന്ന് പറയുന്നത്. രണ്ട് ഡോഗ്സ് ഉണ്ടെന്ന്, ലൂസ് ഡോഗും 2 റിജിഡ് ഡോഗും. അതുപോലെ സ്പേസ് ബാർ എവിടെ, ഡോഗ് ബ്ലോക്കിലാണ് നേരിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി നോക്കാം മെക്കാനിസം എന്താണ്, ലൂസ് ഡോഗ് എന്താണ്, ഒരു മെറ്റൽ പീസാണ്. നിങ്ങൾ കണ്ട കാര്യമാണ് അല്ലേ, ഇനി ഞാൻ പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാം. എന്താണ് യൂണിവേഴ്സൽ ബാർ അങ്ങോട്ട് തള്ളുമ്പോഴത്തേക്കും ലൂസ് ഡോഗ് വിടും, റിജിഡ് ഡോഗ് അതിനെ തന്നെ സെയിം ആയിട്ടുള്ള പല്ലി പിടിക്കും അല്ലേ. തിരിച്ചു പോകുമ്പോഴത്തേക്കും റിജിഡ് ഡോഗ് പോകുമ്പോഴത്തേക്കും പ്ലക്കോ നീ തട്ടിയടിച്ച് അങ്ങ് അപ്പുറത്ത് പോകും. ഇത്രയേ ഉള്ള സംഭവം. അപ്പോൾ 1 ഡിഗ്രി അങ്ങ് മൂവ് ചെയ്യും. അപ്പോൾ ഇനി എന്താണ് യൂണിവേഴ്സൽ ബാർ, അതെവിടെയാണ് ഇരിക്കുന്നത്, സെഗ്മെന്റ് പുറകെ ഇരിക്കുന്നത്. ഹാൾഡയിലാണെങ്കിൽ വെർട്ടിക്കൽ ലിങ്കിന്റെ ബാക്കിലായിരിക്കുന്നത്, ഫ്രണ്ടിലായിരിക്കുന്നത് അല്ലേ, സോറി. അപ്പോൾ ദിസ് ബാർ ഈസ് കണക്റ്റഡ് ടു ഡോഗ് ബ്ലോക്ക് ബൈ മീൻസ് ഓഫ് റോക്കർ മെക്കാനിസം വെച്ചിട്ടാണ് ഇതിനെന്ത് ചെയ്യുന്നത്, കണക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈച്ച് ടൈപ്പ് ബാർ എവിടെയാണ്, സ്പേസ് ബാർ ഒഴികെയുള്ള സാധനങ്ങളെല്ലാം യൂണിവേഴ്സൽ ബാറിൽ പ്രവർത്തിക്കുന്നു. ഡെഡ് കീ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ബാറിൽ പ്രവർത്തിക്കാത്ത കീയാണ് നമ്മൾ ഡെഡ് കീ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും വിജയിക്കട്ടെ. താങ്ക് യു.